ജനം ടി വി വാർത്ത ശരിവെച്ച് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ശബരിമലയിൽ കട്ടിളപ്പാളികളും കടത്തിയെന്ന് മുരാരി ബാബുവിന്റെ വെളിപ്പെടുത്തൽ. ചെമ്പെന്ന് രേഖപ്പെടുത്തി കട്ടിടപ്പാളികളും കടത്തിയെന്നാണ് മുരാരി ബാബു ആലപ്പുഴയിൽ പ്രതികരിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഇമെയിലും മുരാരി ബാബുവിന്റെ വെളിപ്പെടുത്തലിന് തെളിവായുണ്ട്. ആർ രാജീവും സുധീഷ് ഗോപാലും രേഷ്മ ബാബുവും ചേരുന്നുണ്ട്. അതിനു മുമ്പ് എന്താണ് പ്രധാനമായി മുരാരി ബാബു പറഞ്ഞത്? ഒന്ന്, കട്ടിളപ്പാളി കടത്തിയെന്ന മുരാരി ബാബുവിൻ്റെ വെളിപ്പെടുത്തൽ ജനം ടി വിയാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത്. അത് മുരാരി ബാബു ശരിവെക്കുകയാണ്. ഒപ്പം ഈ ദേവസ്വം ബോർഡ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ നടപടി അംഗീകരിക്കുന്നു. ദേവസ്വം നടപടിയെ കുറിച്ച് വിശദീകരിക്കേണ്ടത് ബോർഡ് തന്നെയാണ്. താൻ ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് നൽകിയതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മുരാരി ബാബു അല്പസമയം മുമ്പ് ആലപ്പുഴയിൽ പ്രതികരിക്കവേ വ്യക്തമാക്കി. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് താൻ നൽകിയത്. സ്വർണ്ണപ്പാളി എന്ന് താൻ എഴുതിയിരുന്നെങ്കിൽ ഇപ്പോൾ എന്താകുമായിരുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയെ തുടർന്നാണ് താൻ തന്ത്രിയുടെ അനുമതി നേടിയത്. വീണ്ടും ഗൗരവമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് ഇത്രത്തോളം വലിയ സ്വാധീനം സന്നിധാനത്ത് ശബരിമല എന്ന ചോദ്യത്തിന് കൂടുതൽ ഉത്തരം വ്യക്തമാവുകയാണ്. ആർ രാജീവ് ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. രാജീവ് പുറത്തുവിട്ട വാർത്ത, ജനം ടി വി പുറത്തുവിട്ട വാർത്ത ഇതാ ശരിവെക്കുന്നു മുരാരി ബാബു. ഒപ്പം മുരാരി ബാബു ഈ ചെമ്പ് എന്ന ആ വാക്കിൽ അടിയുറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. എങ്ങനെ വിലയിരുത്താം? ശബ അതീവ ഗൗരവമുള്ള സംഭവം തന്നെയാണ്. അതായത് 2019 മാർച്ചിൽ തന്നെ ഈ സ്വർണം അവിടെ നിന്ന് കടത്താനുള്ള നീക്കങ്ങൾ നടന്നു എന്നായിരുന്നു നമ്മൾ പുറത്തുവിട്ട വാർത്ത. അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ്. അതായത് നേരത്തെ എല്ലാവരും കരുതിയിരുന്നത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നാണ് ഈ സ്വർണം കടത്താനുള്ള നീക്കം നടന്നത് എന്നാണെങ്കിൽ അങ്ങനെയല്ല. 2019 മാർച്ച് 20-നാണ് ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത്. അത് ശബരിമലയിലെ കട്ടളപ്പാളികൾ കടത്താനായിരുന്നു. അതും നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശാനുള്ള അനുമതി നൽകിക്കൊണ്ടാണ് ഉത്തരവ് പുറത്തിറക്കുന്നത്. ആ ഉത്തരവിലും കൃത്യമായി പറഞ്ഞിരുന്നത് ചെമ്പാണ് എന്നാണ്. ഈ പാളികൾ ചെമ്പാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നത്. അതിനുശേഷം 2019 ജൂലൈയിൽ തന്നെയാണ് ഈ ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകുന്നത്. അതും ഈ സ്വർണ്ണം പൂശാൻ എന്ന പേരിൽ തന്നെയായിരുന്നു ഈ സ്വർണ്ണപ്പാളികൾ നൽകിയിരുന്നത്. അതായത് 2019 മാർച്ചിൽ തന്നെ ശബരിമലയിലെ സ്വർണം കടത്താനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരുന്നു. അതനുസരിച്ചുള്ള ഉത്തരവുകൾ പുറത്തിറക്കിയിരുന്നു എന്നായിരുന്നു രാവിലെ നമ്മൾ വാർത്ത നൽകിയത്. എന്തായാലും അത് ഇപ്പോൾ മുരാരി ബാബു ശരിവെക്കുകയാണ്. അന്ന് ശബരിമലയിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. വ്യക്തമായ ഗൂഢാലോചന അതിവിടെ വീണ്ടും സാധൂകരിക്കപ്പെടുകയാണ് ഓരോ വെളിപ്പെടുത്തലിന് പിന്നാലെ. ശ്യാം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണം ആസൂത്രിതമായി കടത്തി, കൃത്യമായി ഗൂഢാലോചനയുടെ ഭാഗമായി കടത്തി എന്ന് തന്നെയാണ് ഈ പുറത്തു വരുന്ന ഓരോ തെളിവുകളും സൂചിപ്പിക്കുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ കഴിയില്ല. കാരണം ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരമൊരു നീക്കം എങ്ങനെ നടന്നു? ഈ ഉത്തരവ് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ബാക്കി അംഗങ്ങളുമൊക്കെ ഇത് അറിയുന്നില്ല എന്ന ചോദ്യം വളരെ പ്രധാനം തന്നെയാണ്. ഏതായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിരിക്കണം. ദേവസ്വം ബോർഡ് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കുകയാണ്. ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കട്ടളപ്പാളികളാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അനുമതി വേണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെടുന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പോലും അന്വേഷിക്കാതെ അത്തരമൊരു അപേക്ഷ വരുമ്പോൾ ഈ കട്ടളപ്പാളികൾ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുകയാണ്. തുടർന്ന് എവിടെ വേണമെങ്കിലും പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ പാളികൾ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട് എന്ന് പോലും പരിശോധിക്കുന്നില്ല. അതിന് പകരമായി ഇതിൽ സൂചിപ്പിക്കുന്നത് ഇത് ചെമ്പാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു സ്വർണ്ണക്കടത്ത് ഇതിൻ്റെ പറവിൽ നടന്നിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി പോലും എത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഹൈക്കോടതിക്ക് മുന്നിലേക്കാണ് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലുള്ള പൂർണ്ണമായ പരാമർശങ്ങൾ എന്തൊക്കെയാണ്, പൂർണ്ണമായ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്ന് ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ നടന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന നിരീക്ഷണത്തിലേക്ക്, അത്തരമൊരു പരാമർശത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കട്ടളപ്പാളികൾ പോലും ശബരിമലയിൽ നിന്ന് കടത്തിയിരിക്കുന്നു. ആദ്യം കടത്തിയിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമല്ല. ആദ്യം കടത്തിയിരിക്കുന്നത് ഈ കട്ടളപ്പാളിയിലെ സ്വർണ്ണമാണ്. ഈ കട്ടളപ്പാളിയിൽ ഉൾപ്പെടെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന വിജയവല്യ ഗ്രൂപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കി.
പൂശിയിരുന്നു, ശ്രീകോവിലിലും ഈ കട്ടളപ്പാളിയിലും സ്വർണം പൂശി അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന വെളിപ്പെടുത്തൽ നമുക്ക് തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയും അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ തന്നെ രേഖകൾ രാവിലെ ജനം ടി വി പുറത്തുവിടുകയും ചെയ്തത്. അത് പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഈ വാ തുറക്കും മുമ്പേ എടിപിടി എന്ന് പറഞ്ഞങ്ങ് സസ്പെൻഡ് ചെയ്തത്. അതിലും ഒരു ഗൂഢാലോചനയുണ്ട്. ഈ സ്വർണത്തിന് പകരം ചെമ്പ് എന്ന് എഴുതിയതിനാണ് ഈ നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ വ്യക്തമായി തന്നെ ദുരൂഹത എടുത്തു കാണിക്കുന്നില്ലേ? ശ്യാമ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്നത് പത്മകുമാറാണ്. മാത്രമല്ല ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട്. അവരൊന്നും അറിയാതെ ഇത്തരമൊരു നീക്കം മുരാരി ബാബു മാത്രം വിചാരിച്ചാൽ എങ്ങനെ നടക്കുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം ശബരിമല അതീവ സുരക്ഷയുള്ള മേഖലയാണ്, അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണ്. ആ മേഖലയിൽ നിന്നാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിലിൽ നിന്നും കട്ടളപ്പാളികൾ ഒരു സ്വകാര്യ വ്യക്തിക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് മുന്നിൽ സ്വകാര്യ വ്യക്തി മാത്രമാണ്, ഒരു സ്പോൺസർ മാത്രമാണെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ കട്ടളപ്പാളികൾ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നതിന് ആര് അനുമതി നൽകി? മുരാരി ബാബു മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിൽ കട്ടളപ്പാളികളും അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളികളും ഒക്കെ നൽകാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ദേവസ്വം ബോർഡിന് കൃത്യമായ ഉത്തരമില്ല. ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനോട് ഇന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടാകാം, തനിക്കൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസു, അദ്ദേഹത്തിൻ്റെ ഇന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നതും തനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, തൻ്റെ കാലത്തല്ല ഇത് നടന്നത് എന്നാണ്. നേരത്തെ എൻ വാസുവുമായി ഞാൻ സ്വകാര്യമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദുരൂഹ വ്യക്തിയാണ് എന്ന ചില സൂചനകൾ എനിക്ക് ലഭിച്ചിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇത്തരത്തിലൊരു ഇമെയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അയക്കുമ്പോൾ, അതായത് ബാക്കി വന്ന സ്വർണം ഉപയോഗിച്ചുകൊണ്ടൊരു വിവാഹം നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയില്ല? ആ ഘട്ടത്തിലെങ്കിലും ഈ കട്ടളപ്പാളിയിൽ സ്വർണ്ണമായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നില്ല. പിന്നീട് ഈ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സ്വർണം അവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതിക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ശില്പത്തിലെ സ്വർണം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുന്നില്ല എന്ന ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ വിഷയം വീണ്ടും വിവാദമാകുകയും വലിയ ചർച്ചകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിലൊരു വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പോലും ഈ സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയാൻ കഴിയുമായിരുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ശബരിമലയിലെ കട്ടളപ്പാളികളും അതുപോലെ തന്നെ വിഗ്രഹത്തിലെ സ്വർണ്ണവുമൊക്കെയാണ്, അല്ലെങ്കിൽ ശില്പത്തിലെ സ്വർണ്ണവുമൊക്കെയാണ്, ഈ സ്വർണ്ണപ്പാളികളുമൊക്കെയാണ് നൽകിയതെങ്കിൽ കൂടുതൽ സ്വർണം ഒരുപക്ഷെ ശബരിമലയിൽ നിന്ന് ഈ രീതിയിൽ പോകില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മാത്രമല്ല ഇനിയും സ്വർണം പോയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം അതനുസരിച്ച് നേരത്തെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പോയതായിരുന്നു പ്രധാനമായി ഉയർന്നു വന്ന വിഷയമെങ്കിൽ ഇന്ന് രാവിലെ വന്നത് കട്ടളപ്പാളിയിലെ സ്വർണവും പോയി എന്നുള്ളതാണ്. മാത്രമല്ല കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളൂ ആർ രാജീവ്, വ്യക്തമായി തന്നെ നടന്ന ഈ ഗൂഢാലോചന, ഈ ആസൂത്രണം, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയം, ആ ഘട്ടം, ആ കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും ഒക്കെ ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ കൊണ്ടിട്ട ആ കാലഘട്ടം. അപ്പോൾ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണോ എന്ന് തന്നെ വേണം നമുക്ക് ഈ വിഷയം ഈ നിമിഷം ചോദിക്കാൻ. തീർച്ചയായും ആ രീതിയിൽ തന്നെ നമുക്ക് അതിനെ കാണേണ്ടി വരും. കാരണം അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത്, അതായത് ശബരിമലയിൽ നിന്ന് ആദ്യമായി സ്വർണം പുറത്തേക്ക് പോകുന്നത്, ഈ കട്ടളപ്പള്ളി പുറത്തേക്ക് പോകുന്നത് എന്ന് പറയുന്നത് മാർച്ച് 20, 1919 മാർച്ചിലാണ് ഈ സ്വർണം ആദ്യമായി ആദ്യമായി കൊടുത്തുവിടുന്നത്. അത് നമുക്കറിയാം. ആ കാലഘട്ടം നമുക്കറിയാം. വിശ്വാസികളെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസികളെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ, വിശ്വാസികളുടെ വികാരങ്ങളിൽ കനൽ കോരിയിട്ടുണ്ടായിരുന്നു. അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. ദേവസ്വം ബോർഡ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ രീതിയിൽ സ്വർണ്ണപ്പാളികളും അതുപോലെ തന്നെ സ്വർണ്ണവുമൊക്കെ ശബരിമലയിൽ നിന്ന് യഥേഷ്ടം ഇങ്ങനെ കടത്തിക്കൊണ്ടിരുന്നത്. ഒരു രേഖകളും ഇതിലില്ല എന്നതുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മഹസർ രേഖകളിൽ ഒപ്പിടാൻ അധികാരമുള്ള ആളുകൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ഓരോ ഉദ്യോഗസ്ഥരിൽ നിന്നും ഓരോ ദിവസവും നമ്മളിങ്ങനെ വാർത്ത നൽകേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതായത് ജനം ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകുമ്പോൾ മാത്രമാണ് ഈ മഹസറിൽ ഉൾപ്പെടേണ്ടവർ ഒപ്പിട്ടിട്ടില്ല, അവരവിടെ ഉണ്ടായിരുന്നില്ല എന്ന്
പോലും അറിയുന്നത്. പിന്നെ ആരാണ് ഇതിനൊക്കെ അനുമതി നൽകിയിരിക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിൽ ഒരു ഭരണസമിതി അവിടെ ഉണ്ടായിരുന്നത് എന്നതുൾപ്പെടെയുള്ള 100 ചോദ്യങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്നത്. കൃത്യമായ ഗൂഢാലോചന ശബരിമലയിൽ നിലനിന്നിരുന്നു, ശബരിമലയിലെ സ്വർണം കടത്തുന്നതിനുൾപ്പെടെ നിലനിന്നിരുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഇതിനൊപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന് ദേവസ്വം വിജിലൻസിന് പരിമിതികളുണ്ട്. അതൊരു ഇന്റേണൽ സംവിധാനമാണ്. ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് കൂടുതൽ അധികാരമുള്ള ഒരു ഏജൻസി അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. കേരള പോലീസിന്റെ കീഴിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നതെങ്കിലും ഹൈക്കോടതി നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഹൈക്കോടതിക്ക് നേരിട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം, മറ്റാർക്കും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കരുത്, ഹൈക്കോടതിക്ക് നേരിട്ട് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ നമുക്ക് ഈ അന്വേഷണ സംഘത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നതും വസ്തുത തന്നെയാണ്. കാരണം കേരള പോലീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിനുള്ളത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നത്. കർണാടകയിൽ നടന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചന ഉൾപ്പെടെ കർണാടകയിലും തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ, ആന്ധ്രയിൽ നടന്നിട്ടുണ്ട്, 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുന്നില്ല എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഈ ഒരു ആവശ്യം നിലവിൽ ഹൈക്കോടതിയിലേക്ക് ഇനി എത്ര കാലം ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ കഴിയും? ഇത് വലിയൊരു കൊള്ളയാണ്, ആസൂത്രിതമായ കൊള്ള, ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇനി സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിക്കാതെ ഇതിൻ്റെ സത്യം പുറത്തു വരില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, അനുമാനിക്കാൻ, അല്ലേ? എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ആ ഒരു തരത്തിലേക്ക് ഒരുപക്ഷെ ചിന്തിക്കും എന്നൊരു വിലയിരുത്തൽ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും വളരെ ഗുരുതരമായ കുറ്റകൃത്യം ഇതിൽ നടന്നു എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ദേവസ്വം വിജിലൻസ് മാത്രം നൽകിയ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം വിജിലൻസിന് ഈ അന്വേഷണത്തിലൊക്കെ പരിമിതിയുണ്ട്. നമുക്കറിയാം, ദേവസ്വം വിജിലൻസിൽ എത്തുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യം പരിശോധിച്ചാൽ സർക്കാരുമായി അടുപ്പം പുലർത്തുന്ന, ദേവസ്വം ബോർഡുമായി അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും ഈ ദേവസ്വം വിജിലൻസിലേക്കൊക്കെ എത്തുന്നത്. അവർക്ക് അന്വേഷണത്തിൽ പരിമിതിയുണ്ട്. പക്ഷേ ആ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ പോലും പരാമർശിക്കുന്ന സംഭവങ്ങൾ കണ്ട് ഹൈക്കോടതി ഞെട്ടിത്തിരിക്കുകയാണ്. ഹൈക്കോടതി പറയുകയാണ് അതീവ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന വിലയിരുത്തൽ നടത്തിയതും ഹൈക്കോടതിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ തന്നെ രൂപീകരിച്ചതും അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതും. ഈ അന്വേഷണം നടത്തി പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ട് ഏതായാലും ഹൈക്കോടതി വളരെ വിശദമായി പരിശോധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 1 മാസം മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന സമയം. ഈ 1 മാസത്തിനകം നൽകുന്ന റിപ്പോർട്ട് വളരെ വിശദമായി പരിശോധിക്കും. ഈ അന്വേഷണത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്നാൽ കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യത. രാജീവ്, ഈ നിമിഷം നമുക്ക് അത് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ എന്ന് വേണം മനസ്സിലാക്കാൻ. ഭക്തരെ സംബന്ധിച്ചിടത്തോളം, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ ഒരു പ്രതീക്ഷ എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം അത്രയും വലിയ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ്, ആസൂത്രിതമായ കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ രേഷ്മ ബാബു കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ, ഈ കട്ടിളപ്പാളി കടത്തിയെന്ന മുരാരി ബാബുവിൻ്റെ വെളിപ്പെടുത്തൽ ജനം TV വാർത്ത ശരിവെച്ചിരിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ സന്ദേശത്തിൽ സാധൂകരണം ഉണ്ടായിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ പ്രധാന വാതിലിലും പൂശിയതിനു ശേഷം സ്വർണം മിച്ചം വന്നു എന്ന ആ ഇമെയിൽ സന്ദേശം, അതിന് സാധൂകരണം വന്നിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഇമെയിലും മുരാരി ബാബുവിൻ്റെ വെളിപ്പെടുത്തൽ തെളിവായി മാറുന്നു. എത്രത്തോളം ഗുരുതരമാകുന്നു, നിർണായകമാകുന്നു ഇപ്പോൾ സാഹചര്യം? രേഷ്മ, ശ്യാം, ഈ കട്ടിളപ്പാളി കടത്തിയെന്ന മുരാരി ബാബുവിന്റെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 കാലഘട്ടത്തിൽ, അതായത് 2019 ഡിസംബർ മാസം ചുമതലയിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഇമെയിൽ സന്ദേശം. ആ ഇമെയിൽ സന്ദേശത്തിന്റെ ഉള്ളടക്കമൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഇമെയിൽ സന്ദേശത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ശബരിമലയിലെ പ്രധാന ശ്രീകോവിലിന്റെ, അതായത് ശ്രീകോവിലിന്റെ പ്രധാന വാതിലിനും അതോടൊപ്പം തന്നെ ദ്വാരപാലകർക്കും പൂശിയ സ്വർണത്തിന്റെ മിച്ചം സ്വർണം തൻ്റെ പക്കലുണ്ട്, തൻ്റെ കൈവശമുണ്ട്. ആ സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്താണ്, അഭിപ്രായം എന്താണ് എന്നുള്ളതാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാം എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഇമെയിലിലെ ആ ഒരു സന്ദേശത്തിലെ സാരാംശം. അത് അയക്കുന്നത് 2019 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. അതിന്റെ തുടർ നടപടികൾ ദേവസ്വം
ദേവസ്വം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഡിസംബർ മാസം 17-ാം തീയതി തന്നെ 2019 ഡിസംബർ 17-ന് ദേവസ്വം സെക്രട്ടറി ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിലിന്റെ പകർപ്പ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് തിരുവാഭരണം കമ്മീഷണർക്ക് കത്തയക്കുകയും ചെയ്യുന്നുണ്ട്. മുരാരി ബാബു പറയുന്നത് പോലെ കട്ടിളപ്പാളിയും കടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സാധൂകരണം തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ സന്ദേശം. അതുകൂടാതെ തന്നെ ദേവസ്വം സെക്രട്ടറി കൂടി ഇത് സാധൂകരിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത രേഷ്മയിൽ നിന്ന് തന്നെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. കൂടുതൽ നിർണായകമാകുന്നു സാഹചര്യങ്ങൾ. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ ഈ സമഗ്രമായ സ്വർണ്ണ കവർച്ച CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി വന്നിരിക്കുകയാണ്. കോടതി മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. സ്വർണം ഉൾപ്പെടെയുള്ള ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകണം. വളരെ സുപ്രധാനമായ ആവശ്യവുമായാണ് ഇപ്പോൾ ഹർജിക്കാർ എത്തിയിരിക്കുന്നത്. രേഷ്മ, ആ വിശദാംശങ്ങൾ കൂടി. അശ്യാം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഭരണസമിതിയുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടായെന്ന് ഹൈക്കോടതി അടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ADGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്താനായിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. അതിനിടെ തന്നെയാണ് ഹൈക്കോടതിയിലും ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി എത്തിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിയാണ് ഇത്തരമൊരു ഹർജി നൽകിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അതായത് ശബരിമലയിൽ നിലവിലുള്ള സ്വത്തുവകകൾ ഏത് വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്, അത് ഏത് വിധത്തിൽ സൂക്ഷിക്കുന്നുണ്ട്, നേരത്തെ വന്നിട്ടുള്ള സംഭാവനകൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതൊക്കെ തന്നെ ഇപ്പോഴും അവിടെയുണ്ടോ, ഈ സ്വർണ്ണ കവർച്ച നടത്തിയതിന് പിന്നിലാര്, അതിലൊക്കെ തന്നെ കേന്ദ്ര ഏജൻസിയുടെ നടപടിയും അന്വേഷണവും അനിവാര്യമാണെന്ന് തന്നെയാണ് ഈ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണം ഉൾപ്പെടെയുള്ള ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാനായിട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നുകൂടി ഹർജിയിൽ ആവശ്യമുണ്ട്. സ്വത്ത് വിശദാംശങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത്, അതായത് ഡിജിറ്റൽ രേഖകൾ എന്നുള്ള രീതിയിൽ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകണം. അതുകൂടാതെ തന്നെ കേസെടുക്കാനായിട്ട് പോലീസിന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. കേസെടുക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി വ്യക്തത വരുത്തിയതാണ്. അതായത് പ്രത്യേക അന്വേഷണ സംഘം സ്വാഭാവികമായിട്ടും FIR ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുക. അതിനിടയിൽ തന്നെ ഈ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി വന്നിരിക്കുന്നത് ഏറെ കണ്ട് പ്രസക്തമാണ്. കാരണം ശബരിമല കർമ്മസമിതി ആണെങ്കിലും അയ്യപ്പ സേവാ സമാജമാണെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹോം സെക്രട്ടറിക്ക് അടക്കം കത്ത് നൽകിയ സാഹചര്യമുണ്ട്. അതേ സാഹചര്യത്തിലും അതേ പശ്ചാത്തലത്തിലും തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു രേഖാമൂലം തന്നെ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകം. അതിൽ കൂടാതെ ഈ CBIയുടെ നിലപാടും ഇതിൽ ഏറെ പ്രസക്തമായിട്ട് വരും. ഇതിൽ സംസ്ഥാന തലത്തിലുള്ള ഏജൻസി അന്വേഷിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. കാരണം സംസ്ഥാന തലത്തിലുള്ള ഏജൻസി എന്ന് പറയുമ്പോൾ സർക്കാരിന് കീഴിലുള്ളതാണ്. ADGPയുടെ മേൽനോട്ടമാണെങ്കിലും SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് എങ്കിൽ കൂടിയും ഹൈക്കോടതിയുടെ മേൽനോട്ടം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണം ആ അന്വേഷണത്തിലുണ്ട്. എന്നിരുന്നാലും ഒരു വിശ്വാസ്യത കുറവ് ഈ ADGP മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഹർജിക്കാരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് CBIയെ ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ CBIക്ക് കൈമാറണമെന്നുള്ള ഒരു നിർദ്ദേശം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഹർജി കടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് രേഷ്മ നൽകിയത്. നമുക്കൊന്ന് വേഗം സുധീഷ് ഗോപാലിലേക്ക് പോകണം. സുധീഷ്, സ്വാഭാവികമായിട്ട് ദേവസ്വം വിജിലൻസിൽ ഗുരുതരമായ വീഴ്ച, ഉദ്യോഗസ്ഥ വീഴ്ച പേരെഴുതിക്കൊണ്ട് തന്നെ, ഉദ്യോഗസ്ഥരുടെ പേര് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇനി എടുപിടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുരാരി ബാബുവിനെതിരെ നടപടിയുമായി ദേവസ്വം ബോർഡ് എത്തിയത് വളരെ പെട്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുരാരി ബാബു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി ഫുൾ ഫോക്കസ് മുരാരി ബാബുവിലേക്ക് തന്നെയായിരിക്കും, അല്ലേ സുധീഷ്? ശരത്ത്, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, മുരാരി ബാബു പറഞ്ഞതിൽ നിന്നും ഈ സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരമൊരുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അത് മുരാരി ബാബു വഴി തന്നെയാണ് നടന്നത് എന്ന കാര്യം വ്യക്തമാകുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരമൊരു സ്പോൺസർഷിപ്പുമായി മുന്നോട്ട് വരുമ്പോൾ തന്ത്രിയിൽ നിന്നും അനുമതി വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് മുരാരി ബാബുവാണ്. ആ സമയത്ത് ഇതിൽ ചെമ്പുപാളി എന്ന് തന്നെ രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോഴും മുരാരി ബാബു
നിലപാടെടുക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 2000 കിലോ ചെമ്പിൽ 30 കിലോ സ്വർണം മാത്രമാണ് നൽകിയിരുന്നത്. അതനുസരിച്ച് പൂശി വരുമ്പോൾ സ്വർണം തേഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ മേൽക്കൂരയിലും മറ്റ് സ്വർണം പാളികൾ പിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് എന്ന തരത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുരാരി ബാബു പറയുന്നത്. ഇതേ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു പ്രധാന വിലയിരുത്തലുണ്ട്. ഇതിനെ അനുഗമിക്കാൻ അടക്കം ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അന്ന് മുരാരി ബാബു അല്ല അവിടെ ഉദ്യോഗസ്ഥർ, അത്തരം ഒരു ഉദ്യോഗസ്ഥരെയും തൊടാതെയാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ മാത്രം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും ദേവസ്വം ബോർഡ് വീണ്ടും പ്രതിക്കൂട്ടിലാവുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ അടക്കം ബന്ധങ്ങളും വെളിവായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ അന്വേഷണം അത് ദേവസ്വം വിജിലൻസിനെ മറ്റും കൈകാര്യം ചെയ്തോ ഇല്ല ലോക്കൽ സാധാരണ ക്രൈംബ്രാഞ്ചിനെ അടക്കം മുൻനിർത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമവും നടക്കുമ്പോൾ ഇത് എല്ലാം തെളിവുകൾ പരമാവധി നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും നീങ്ങുന്നത് എന്ന് വ്യക്തമാവുകയാണ്. മുരാരി ബാബുവിന്റെ വാക്കിൽ നിന്നും നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇത്തരത്തിൽ ചെമ്പുപാളിയിലെ സ്വർണ്ണങ്ങൾ മാഞ്ഞു പോയിരിക്കുന്നു. അതിനാൽ അത് സ്വർണം പൂശുന്നതിനുള്ള അനുമതി മാത്രമാണ് തന്ത്രി നൽകിയത്. എന്നാൽ ഇത് പുറത്ത് കൊണ്ടുപോയി ചെന്നൈയിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള അനുമതി തന്ത്രി നൽകിയിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ അറിയാം വിജയ് മല്യ ഇത് സ്ഥാപിക്കുമ്പോൾ അത് ശബരിമലയിൽ വെച്ച് തന്നെ നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് സ്വർണം പൂശാനായി കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിലെ മുരാരി ബാബു വളരെ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നു ഇത്തരം സ്പോൺസർമാർ വരികയും അനുമതി കൊടുക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ജി സുധാകരനെ പോലുള്ള മുൻ ദേവസ്വം മന്ത്രിമാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അയ്യപ്പ വിഗ്രഹത്തിലായിരുന്നു ഇതുപോലെ രത്നം പതിക്കാനെന്ന് ചോദിച്ചാൽ അയ്യപ്പ വിഗ്രഹവും ചെന്നൈയിലേക്ക് കൊടുത്തു വിടുമോ എന്നൊരു സംശയമാണ്. ഇതെന്താ ഇത് കുട്ടിക്കളിയാണോ? ഭഗവാന്റെ തിരുവിഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം വേണ്ടതെങ്കിൽ ഭഗവാനെ തന്നെ അങ്ങ് കൊടുത്തു വിടുന്ന രീതിയിൽ അത്രയും വലിയ രീതിയിലുള്ള വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. രാജീവിലേക്ക് പോവുകയാണ്. രാജീവ്, ഈ സെഗ്മെന്റ് നമ്മൾ സമ്മപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് ഹർജി എത്തുകയാണ്. ഒപ്പം നിലവിൽ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടി. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഒരുപക്ഷെ ഹൈക്കോടതി അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഹൈക്കോടതി തന്നെയാണ് നേരിട്ട് ഇത്തരമൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തുക എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ആ അന്വേഷണ റിപ്പോർട്ട് ഏത് തരത്തിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കിടക്കുക. ഒരുപക്ഷെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും ആ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടങ്ങിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇതുവരെ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉത്തരവ് പുറത്തിറക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല രാവിലെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഹൈക്കോടതി നിർദ്ദേശം ആ രീതിയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. അത് ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചോ FIR രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇതുവരെ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. ആ ഉത്തരവ് പുറത്തിറങ്ങുന്ന മുറയ്ക്ക് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഹൈക്കോടതി ഏതായാലും പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ഈ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പ്രത്യേക സംഘത്തിൽ നിന്ന് വാങ്ങും. ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായാൽ, അല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തുന്ന വേളയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ CBIക്ക് അന്വേഷണം കൈമാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളിലേക്ക് അന്വേഷണം പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഏത് രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകും, ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ സഹായിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്യാം, യെസ്, എന്തായാലും വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വിഷയത്തിൽ ഈ ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ്, കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടന്ന ഈ സ്വർണ്ണ കവർച്ച, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ ടീം ജനം പുറത്തു കൊണ്ടുവരും. ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ സജീവമായി തന്നെ തുടരുകയാണ്.